ഇല എന്ന സ്ത്രീ അവളുടെ ഹസ്ബൻഡിന് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഫുഡ് റെഡിയാക്കി ഒരു കൊറിയർ വഴി അയച്ചു കൊടുക്കുന്നു. അയാളത് ഓഫീസിൽ കൊണ്ടുവയ്ക്കുന്നു. പക്ഷേ അവളുടെ സഞ്ചി സാജൻ എന്നൊരാൾക്കാണ് കിട്ടുന്നത്. സാജന് ഇന്നത്തെ ഫുഡ് ഒരുപാട് ഇഷ്ടമായി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലഞ്ചായിരുന്നു അത്. പാത്രം തിരികെ കാലിയായി വന്നത് കണ്ടപ്പോൾ വൈഫ് കരുതി ഹസ്ബൻഡിന് അത് ഇഷ്ടമായി കാണുമെന്ന്. അയാളോട് ഫുഡിനെ കുറിച്ച് ചോദിച്ചിട്ട് താല്പര്യമില്ലാത്ത പോലെയാണ് അവളോട് സംസാരിച്ചത്. ഇതൊക്കെ അവളെ വിഷമിപ്പിച്ചു. സ്ഥിരമായി കഴിക്കുന്ന ഹോട്ടലിൽ നിന്നാണ് ഫുഡ് വന്നതെന്ന് കരുതിയിട്ട് അവിടെ ചെന്ന് സാജൻ കുക്കിനെ പ്രശംസിച്ചു. സാജൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അയാളുടെ വൈഫ് ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. പിറ്റേ ദിവസം സാജന് അവളുടെ ലഞ്ച് ബോക്സ് ആണ് കിട്ടിയത്. അതിൻ്റെ കൂടെ ഒരു കത്തുമുണ്ടായിരുന്നു. സാജൻ അതെല്ലാം വായിച്ചു നോക്കി. ഭക്ഷണത്തിന് ഉപ്പ് കുറവാണ് എന്ന് മറുപടിയും എഴുതി അയച്ചു. ഇല ഇതൊക്കെ തൻ്റെ ഹസ്ബൻഡ് എഴുതിയതാണെന്ന് വിശ്വസിച്ചു. അടുത്ത ദിവസത്തെ ലഞ്ചിൽ അവൾ എരിവ് നന്നായി ചേർത്തു. സാജൻ എരിവ് കൂടുതലാണെന്നും ഉപ്പ് കൃത്യ അളവാണെന്നും മറുപടി എഴുതി അയച്ചു. എന്നാൽ ഹസ്ബൻഡ് ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാത്തതുകൊണ്ട് ഫുഡ് അയാൾക്കല്ല കിട്ടുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അടുത്ത കത്തിൽ ഇല സാജനോട് ഈ കാര്യം അവതരിപ്പിച്ചു. തൻ്റെ ഹസ്ബൻഡിന് തന്നോടും തൻ്റെ മകളോടും യാതൊരു സ്നേഹവുമില്ലെന്നും അതിൽ സൂചിപ്പിച്ചു. എല്ലാ ദിവസവും നല്ല രുചിയുള്ള ഭക്ഷണം ഇല സാജന് വേണ്ടി തയ്യാറാക്കി നൽകി. സാജൻ അവളുടെ ഭക്ഷണം വളരെ ആസ്വദിച്ചു കഴിച്ചു. ദിവസവും കത്തുകൾ അവർ പരസ്പരം കൈമാറാനും തുടങ്ങി. ഒരു ദിവസം അവളുടെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അത് സാജനോട് കത്തിലൂടെ അവൾ അറിയിച്ചു. ഈ കാര്യം ഭർത്താവിനോട് ചോദിക്കാൻ തനിക്ക് ധൈര്യമില്ലാത്തതുകൊണ്ട് മകളെയും കൂട്ടി ഭൂട്ടാനിൽ പോയി സെറ്റിലാകുകയാണെന്ന് ഇല കത്തിലെഴുതി. അതിന് മറുപടിയായി താനും നിന്റെ കൂടെ വന്നോട്ടെ എന്ന് അയാൾ എഴുതി. അടുത്ത കത്തിൽ നിങ്ങളുടെ പേരും നിങ്ങൾ ആരാണെന്നും തനിക്ക് അറിയില്ല എന്ന് ഇല മറുപടി എഴുതി. അയാളെക്കുറിച്ചും ജോലിയെക്കുറിച്ചുമെല്ലാം മറുപടിയായിട്ട് സാജൻ തിരികെ എഴുതി നൽകി. ഇലയ്ക്ക് സാജനെ നേരിട്ട് കാണണമെന്ന് അറിയിച്ചിട്ട് കാണാനുള്ള സ്ഥലത്തിൻ്റെ അഡ്രസ്സും അവൾ കത്തിലെഴുതി. അങ്ങനെ ഇല അയാളെ കാണാൻ അവിടെ ചെന്ന് കാത്തിരുന്നു. അടുത്ത ദിവസം കാലിപാത്രമാണ് അയാൾക്ക് അവൾ അയച്ചു കൊടുത്തത്. അയാൾ മറുപടി എഴുതി. ഇലയെ കാണാൻ ഇറങ്ങിയപ്പോൾ അയാൾ തൻ്റെ രൂപം കണ്ണാടിയിൽ നോക്കി. തന്നെ കാണാൻ അത്ര സുന്ദരനൊന്നുമല്ലായിരുന്നു. ഇന്നലെ നിന്നെ കാണാൻ ഞാൻ വന്നിരുന്നു. നിന്നെ ദൂരെ ഇരുന്നാണ് ഞാൻ കണ്ടത്. നീ കാണാൻ വളരെ സുന്ദരിയാണ്. എനിക്കതുകൊണ്ട് നിന്റെ മുന്നിൽ വരാൻ ഭയമായിരുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ അവൾക്ക് അയാളോടുള്ള സ്നേഹം കൂടുകയാണ് ഉണ്ടായത്. തെറ്റായ കൊറിയർ അഡ്രസ്സ് ശരിയാക്കാൻ കൊറിയറുകാരനോട് പറഞ്ഞിട്ട് സാജൻ്റെ ഓഫീസിലേക്ക് മകളെയും കൂട്ടി ഇല പോകുന്നു. പക്ഷേ സാജൻ ഓഫീസിലില്ലായിരുന്നു. അയാൾ തിരികെ നാട്ടിലേക്ക് പോയി എന്നാണ് അവൾക്കറിയാനായിട്ട് സാധിച്ചത്. ഇല ഇപ്പോൾ ആകെ തകർന്ന നിലയിലാണ്. അവളെക്കുറിച്ച് ആലോചിച്ചിട്ട് അയാൾക്ക് കുറ്റബോധമാണ് ഉണ്ടായത്. അങ്ങനെ അവളെ തിരക്കി ഫുഡ് വരുന്ന കൊറിയർ അഡ്രസ്സിലേക്ക് അയാൾ പോകുന്നു. അയാളുടെ കൂടെ പോകാനായിട്ട് സാജൻ്റെ വരവും കാത്ത് അവൾ ഇരിക്കുകയാണ്.